മണലൂരിൽ അഗതി മന്ദിരത്തിൽ മരിച്ച വയോധികന്റെ മൃതദേഹം വീടിനുള്ളിലേക്ക് കയറ്റാനാകാതെ പുറത്തുകിടത്തിയ സംഭവം ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസറോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയ്ക്കെത്തുന്നതറിഞ്ഞ് അമിതഭാരം കയറ്റിയ ടോറസ് ലോറികൾ ഉപേക്ഷിച്ച് ഡ്രൈവർമാർ മുങ്ങി. 2 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി മോട്ടോർ വാഹന വകുപ്പ്. മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചതായി കണ്ടെത്തി. ഇരിഞ്ഞാലക്കുട ഠാണ ചന്തക്കുന്ന് വികസനത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. 1 വർഷമായിട്ടും പദ്ധതി പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച ധർണ സംഘടിപ്പിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. പുല്ലൂർ തൈക്കാട്ടുശ്ശേരി റെയിൽവേ മേൽപ്പാലത്തിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടു. കോൺക്രീറ്റ് തകർന്ന് പാലത്തിലെ കമ്പികൾ പുറത്തുവന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയായി. ദേശീയപാത മണ്ണുത്തി വെട്ടിക്കൽ ജംഗ്ഷനിൽ ഗ്യാസ് ടാങ്കർ ലോറി ഡിവൈഡർ തകർത്ത് സർവീസ് റോഡിലേക്ക് പാഞ്ഞുകയറി. വാഹനം അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത് മൂലം 3 ഓട്ടോറിക്ഷ ഡ്രൈവർമാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കർക്കിടക വാവുബലി ദിനത്തിൽ പിതൃതർപ്പണം നടത്തി 10,000. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന പവർലൂമിന് മേൽ അവകാശവാദമുന്നയിച്ച് വ്യവസായ വകുപ്പ്. നാട്ടുകാർ വൃത്തിയാക്കിയ സ്ഥലത്തിന് വ്യവസായ വകുപ്പ് അവകാശവാദമുന്നയിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കി. വാർത്തകൾ വിശദമായി. മണലൂരിലെ അഗതി മന്ദിരത്തിൽ കഴിയവെ മരിച്ച അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി തോമസിന്റെ മൃതദേഹം വീടിനുള്ളിലേക്ക് കയറ്റാനാകാതെ പുറത്തുകിടത്തിയ സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ജില്ലാ സാമൂഹികനീതി ഓഫീസറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ബുധനാഴ്ച രാവിലെ മണലൂരിലെ അഗതി മന്ദിരത്തിൽ കഴിയവെയാണ് തോമസ് മരിച്ചത്. എന്നാൽ പിതാവിന്റെ മൃതദേഹം അകത്തേക്ക് കയറ്റാതെ മകനും മരുമകളും വാതിൽ പൂട്ടിപ്പോയതോടെയാണ് മൃതദേഹം പുറത്തുകിടത്തേണ്ടി വന്നത്. പനി ബാധിച്ച് പുലർച്ചെയാണ് മണലൂർ സാന്റ് ജോസ് കെയർ ഹോമിലായിരുന്ന തോമസ് മരിച്ചത്. മകനോട് തിരിച്ചുവന്ന് മൃതദേഹം അകത്ത് കയറ്റാൻ കുടുംബവുമായി അടുപ്പമുള്ള പലരും ആവശ്യപ്പെട്ടുവെങ്കിലും കൂട്ടാക്കിയില്ല. പിന്നീട് പഞ്ചായത്തും പോലീസും ഇടപെട്ടാണ് മൃതദേഹം മഞ്ചയിൽ മുറ്റത്ത് കിടത്തിയത്. തുടർന്ന് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ എറവ് സെയിന്റ് തെരേസാസ് പള്ളിയിലെത്തിച്ച് തോമസിന്റെ മൃതദേഹം സംസ്കരിച്ചു. ദേശീയപാത നടത്തറ ജംഗ്ഷനിൽ അമിതഭാരം കയറ്റിവന്ന ടോറസ് ലോറികൾ റോഡരികിൽ ഉപേക്ഷിച്ച് മുങ്ങി ഡ്രൈവർമാർ. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് നിൽക്കുന്നതറിഞ്ഞാണ് ഡ്രൈവർമാർ താക്കോൽ വാഹനത്തിലിട്ട് മുങ്ങിയത്. അമിതഭാരം കയറ്റിവന്ന 4 ടോറസ് ലോറികളും ട്രെയിലറുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പിടിയിലായത്. ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതറിഞ്ഞ് ലോറിയിലെ ഡ്രൈവർമാർ വാഹനങ്ങൾ റോഡ് സൈഡിൽ നിർത്തിയിട്ട് മുങ്ങി. മംഗലത്ത് നിന്നാണ് കരിങ്കല്ലും എംസാൻഡും കയറ്റി വാഹനങ്ങൾ എത്തിയത്. 2 ലക്ഷത്തോളം രൂപ പിഴ ചുമത്തി. ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൂടെ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുന്ന വിവരം ലഭിച്ചതാകാം വാഹനം ഉപേക്ഷിച്ചുള്ള മുങ്ങലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2 ലക്ഷം രൂപയോളം ഫൈൻ ചുമത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ 4 വാഹനങ്ങൾ നിർത്തിയിട്ടിട്ട് ഡ്രൈവർമാർ വണ്ടി പൂട്ടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം വേറൊരു വണ്ടി ഡ്രൈവറടക്കം കിട്ടിയിരുന്നു. ചെക്കിങ്ങിൽ ഇറങ്ങുന്ന മോട്ടോർ വാഹന വകുപ്പിന് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും നിരീക്ഷിക്കുന്ന ശക്തമായ ഒരു വാട്സാപ്പ് നിരീക്ഷണ സംവിധാനം ഈ വാഹന ഡ്രൈവർമാരുടെ ഇടയിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2 കിലോമീറ്റർ ദൂരം മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനം ഹൈവേയിൽ ഓടുമ്പോഴത്തേനും ഡ്രൈവർമാർക്ക് ആ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അവരത് വണ്ടി പൂട്ടിയിട്ടിട്ട് സ്ഥലം വിടുന്നുണ്ട്. പോലീസിനെയും ജിയോളജി, തഹസിൽദാർ അങ്ങനെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങളും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. വലിയൊരു സംഘമാണ് ഇതിന് പുറകിലുള്ളത്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വാഹന പരിശോധനയ്ക്ക് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, എക്സൈസ് ഉദ്യോഗസ്ഥർ നിരത്തിലിറങ്ങിയാൽ ഞൊടിയിടയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് എത്തും. പരിശോധനയ്ക്കായി ഓഫീസിൽ നിന്നും വാഹനങ്ങൾ ഇറങ്ങുന്നതു മുതൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഏജന്റുമാർ നിരീക്ഷണം ആരംഭിക്കും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അമിതഭാരം കയറ്റിയും ചീറിപ്പാഞ്ഞും ഗതാഗത നിയന്ത്രണങ്ങൾ മറികടന്നുമൊക്കെ സർവീസ് നടത്തുന്ന വാഹന മാഫിയയ്ക്ക് ഇതോടെ സർക്കാർ സംവിധാനങ്ങളുടെ പിടിവീഴാതെ റൂട്ട് മാറ്റാൻ കഴിയും. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ R സുജിത്, ജയകുമാർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. TCV ന്യൂസ്, തൃശൂർ. ഇരിഞ്ഞാലക്കുട ഠാണ ചന്തക്കുന്ന് വികസനത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. ഠാണ ചന്തക്കുന്ന് റോഡ് വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷമായിട്ടും റോഡ് വികസനം യാഥാർത്ഥ്യമാകാത്തതിനെ സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. വികസനത്തിന്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും നഷ്ടപരിഹാരം നൽകിക്കഴിഞ്ഞു.
ഘട്ടം ഘട്ടമായാണ് നിർമ്മാണ പ്രവൃത്തി KSTP പൂർത്തീകരിക്കുന്നത്. ജനങ്ങൾക്ക് യാത്രാക്ലേശം ഉണ്ടാകാതിരിക്കാൻ എല്ലാ ഘട്ടത്തിലും സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ നഗരസഭാ കെട്ടിടത്തിന്റെ പൊളിച്ചുനീക്കൽ ഉദ്ദേശിച്ച സമയത്ത് പൂർത്തീകരിച്ച് തന്നില്ലെന്നും മന്ത്രി ആരോപിച്ചു. ഇരിഞ്ഞാലക്കുട ഠാണ ചന്തക്കുന്ന് റോഡ് വികസനം യാഥാർത്ഥ്യമാകാത്തതിനെതിരെ വ്യാപാരികൾ രംഗത്ത്. 1 വർഷമായിട്ടും പദ്ധതി പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച ധർണ സംഘടിപ്പിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ ഇരിഞ്ഞാലക്കുടയിൽ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10 നടക്കുന്ന പ്രതിഷേധ സമരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. ഈ മേഖലയിലെ റോഡ് വികസനം യാഥാർത്ഥ്യമാകാത്തതുമൂലം പല കടകളും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണെന്നും വ്യാപാരികൾ പറഞ്ഞു. ഷാജു പാറേക്കാടൻ, എബിൻ വെള്ളാനിക്കാരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി റെയിൽവേ മേൽപ്പാലത്തിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടു. കോൺക്രീറ്റ് തകർന്ന് പാലത്തിലെ കമ്പികൾ പുറത്തുവന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാറുന്നു. ഒല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപമുള്ള റെയിൽവേ മേൽപ്പാലത്തിലെ കോൺക്രീറ്റുകൾ തകർന്നതും ടൈലുകൾ ഇളകിപ്പോയതുമാണ് വാഹനയാത്രികർക്ക് ദുരിതമായി മാറുന്നത്. കോൺക്രീറ്റ് അടർന്നുപോയതോടെ പാലത്തിലെ കമ്പികൾ പുറത്തുവന്ന നിലയിലാണ്. ഇതുവഴി ദിവസേന ചെറുതും വലുതുമായ 100 കണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ വിരിച്ച ടൈലുകളും ഇളകി മാറിയതോടെ വാഹനങ്ങൾ ഒരു വശത്തുകൂടിയാണ് പാലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതും വലിയ അപകടഭീതിയാണ് ഉയർത്തുന്നത്. റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഈ പാലത്തിൽ രൂപപ്പെട്ട വിള്ളലുകളും കുഴികളും റെയിൽവേയുടെ അനുമതിയോടെ കഴിഞ്ഞ മാസം കോൺക്രീറ്റ് ചെയ്ത് അടച്ചതാണെന്നും അപ്രോച്ച് റോഡിലെ തകർന്നു കിടന്ന ഭാഗം സഞ്ചാരയോഗ്യമാക്കിയതാണെന്നും ഡിവിഷൻ കൌൺസിലർ CP പോളി പറഞ്ഞു. മഴ കനത്തതോടെയാണ് വീണ്ടും റോഡും പാലവും തകർന്നതെന്നും മഴ മാറി നിന്നാൽ മാത്രമേ റെയിൽവേയുടെ അനുമതിയോടെ വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കുകയുള്ളൂവെന്നും കൌൺസിലർ പറഞ്ഞു. ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് പാലത്തിലെ തകരാർ പരിഹരിച്ചില്ലെങ്കിൽ ഈ വിള്ളൽ പാലത്തിന്റെ ബലക്ഷയത്തിനും വലിയ ഗതാഗതക്കുരുക്കിനും ഇടയാക്കും. TCV ന്യൂസ്, തൃശൂർ. ദേശീയപാതയിൽ മണ്ണുത്തി വെട്ടിക്കൽ ജംഗ്ഷനിൽ ഗ്യാസ് ടാങ്കർ ലോറി ഡിവൈഡർ തകർത്ത് സർവീസ് റോഡിലേക്ക് പാഞ്ഞുകയറി. 3 ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെയാണ് പാലക്കാട് ഭാഗത്തു നിന്ന് കൊച്ചിയിലേക്ക് ഗ്യാസ് നിറയ്ക്കാൻ പോയിരുന്ന ടാങ്കർ ലോറി ദേശീയപാതയുടെ ഡിവൈഡറിലൂടെ സർവീസ് റോഡിലേക്ക് കയറിയിറങ്ങിയത്. ഫിറ്റ്സ് വന്നതിനെ തുടർന്ന് ഡ്രൈവർ സീറ്റിൽ കുഴഞ്ഞു വീണതായിരുന്നു അപകടത്തിന് കാരണം. വെട്ടിക്കൽ ജംഗ്ഷനിൽ വാടക പ്രതീക്ഷിച്ച് കിടന്നിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ തങ്കപ്പൻ, ബിജു, ജാസിർ എന്നിവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. തൊട്ടു മുൻപിൽ വന്നു നിന്ന ടാങ്കറിൽ ഡ്രൈവറെ കാണാതെ അമ്പരന്ന് നോക്കിയപ്പോഴാണ് സീറ്റിൽ കുഴഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടത്. ഉടൻ ഓട്ടോ ഡ്രൈവർ ജാസിർ ലോറിയിൽ കയറി എൻജിൻ ഓഫാക്കുകയായിരുന്നു. ഞങ്ങൾ 3 ഡ്രൈവർമാർ വണ്ടിയിലിരിക്കുമ്പോൾ ഒരു ലോറി ഇങ്ങോട്ട് അപ്പുറത്ത് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ചാടി, 2 ചാടി. ഞങ്ങൾ നോക്കിയപ്പോൾ ഡ്രൈവറെ കാണാനില്ല. അപ്പം ഞങ്ങൾ വേഗം വണ്ടി ഇങ്ങോട്ട് കയറ്റിയിട്ടിട്ട് ഡ്രൈവറെ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഡ്രൈവർ സീറ്റിൽ കുഴഞ്ഞ് വിറച്ച് കിടക്കണേ. അപ്പം തന്നെ പോലീസ് വന്ന് ആളെ കൊണ്ടുപോയി. എന്തൊരു ഭാഗത്തിന് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങളിന്ന് 3 എണ്ണം പോകേണ്ടതാ. ഈ സമയം അതുവഴി എത്തിയ ഹൈവേ പോലീസിന്റെയും തുടർന്നെത്തിയ മണ്ണുത്തി പോലീസിന്റെയും ഇടപെടലിൽ ഡ്രൈവറെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. ക്രെയിനിന്റെയും മറ്റൊരു ടാങ്കർ ഡ്രൈവറുടെയും സഹായത്താൽ അപകടത്തിൽപ്പെട്ട ടാങ്കർ സർവീസ് റോഡിന്റെ അരികിലേക്ക് മാറ്റിയിടുകയും ചെയ്തു. നാമക്കൽ സ്വദേശി മുഹേന്ദ്രന്റെ നാഗാലാൻഡ് രജിസ്ട്രേഷനിലുള്ള ടാങ്കർ കൊച്ചിയിൽ നിന്ന് ഗ്യാസ് നിറച്ച് മുംബൈക്ക് പോകാനുള്ളതായിരുന്നു. അപ്രതീക്ഷിതമായുണ്ടായ അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് വെട്ടിക്കൽ ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവർമാർ. TCV തൃശൂർ. എരുമപ്പെട്ടി പാത്രമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനവും വീടും ഇടിച്ചു തകർത്തു. എയ്യാൽ സ്വദേശി ഓടിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. പാത്രമംഗലം തേവര ശശിയുടെ ഓഡിറ്റ് വീടാണ് തകർന്നത്. കാറിടിച്ച് വീടിന്റെ മുൻവശത്തെ ചുമർ പൂർണ്ണമായും തകർന്നു. തട്ടാൻ വീട്ടിൽ രവി എന്ന് വിളിക്കുന്ന നാരായണന്റെ ഉടമസ്ഥതയിലുള്ള PNV സ്റ്റോഴ്സിനും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടയുടെ മുൻവശത്തെ ട്രസ്സിന്റെ തൂണുകൾ കാറിടിച്ച് തകർന്നതിനെ തുടർന്ന് ട്രസ് നിലംപൊത്തി. മുൻവശത്ത് വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും കാറിടിച്ച് കയറി ഉപയോഗശൂന്യമായി. കാറിന്റെ മുൻവശം തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചാലക്കുടി മേലൂരിൽ പാൽ ശേഖരിച്ച് മടങ്ങുകയായിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് മറഞ്ഞു. 700 ലിറ്റർ പാൽ റോഡിൽ ഒഴുകിപ്പോയി. പാലപ്പള്ളി ക്ഷീരോത്പാദക സംഘത്തിൽ നിന്ന് പാൽ ശേഖരിച്ച് മടങ്ങവെ മേലൂർ സെയിന്റ് ജോസഫ് ഹൈസ്കൂളിന് സമീപം വെച്ച് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. മുൻപിൽ പോയിരുന്ന ബൈക്ക് പെട്ടെന്ന് ബ്രേക്കിട്ടപ്പോൾ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അപകടമുണ്ടായത്. ഡ്രൈവർ വേലൂർ സ്വദേശി സനൽ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇടവേള. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട്
ദഹിക്കത്തില്ല. ദാ, ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടിസയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആഡി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആഡി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. കർക്കിടക വാവുബലിയിൽ പിതൃതർപ്പണം നടത്തി പതിനായിരങ്ങൾ. ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങിന് ആയിരങ്ങളെത്തി. വാക്കടപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞശാലയിൽ നടന്ന ചടങ്ങുകൾക്ക് മേൽശാന്തി സുമേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കീഴ്ശാന്തിമാരായ ഷൈൻ, മുരുകൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. 25ഓളം പരികർമ്മികളും ചടങ്ങുകളിൽ പങ്കാളികളായി. ഒരേ സമയം 1000 പേർക്ക് ബലിയിടാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. ബലിയിടാനെത്തിയ 10,000-ലധികം പേർക്കുള്ള സൗജന്യ പ്രഭാത ഭക്ഷണം ക്ഷേത്രസമിതി ഒരുക്കിയിരുന്നു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പാലപ്പെട്ടി ദിലീപ് കുമാർ, സെക്രട്ടറി വിനയദാസ്, ട്രഷറർ വിക്രമൻ താമരശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. പോലീസും ഫയർഫോഴ്സും ആംബുലൻസ് പ്രവർത്തകരും സുരക്ഷ ഒരുക്കിയിരുന്നു. കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിലും ബലിതർപ്പണത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. ആയിരക്കണക്കിന് പേരാണ് ബലിതർപ്പണത്തിന് എത്തിയത്. ഭക്തജനങ്ങൾക്കായി പ്രഭാത ഭക്ഷണവും ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിരുന്നു. തൃശൂർ പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിന് ആയിരങ്ങളെത്തി. ഒരേ സമയം 500-ലധികം പേർക്ക് ബലിയിടാനുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത്. ക്ഷേത്രത്തോട് ചേർന്ന് ഷവറോടുകൂടിയ പ്രത്യേക തർപ്പണക്കടവ് സജ്ജമാക്കിയിരുന്നു. ക്ഷേത്ര ഹാളിന് പുറമെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. പുലർച്ചെ 2 മണി മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിരുന്നു. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനുള്ള അവസരമൊരുക്കിയത് നിരവധി പേർക്ക് ആശ്വാസമായി. പൂവ്, ചന്ദനക്കിഴി, അത് കഴിഞ്ഞ ഇലയിലുള്ള എല്ലാ സാധനങ്ങളും കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ തിരുവല്ലുവാമല പാമ്പാടി ഐവർ മഠത്തിൽ 10,000 പിതൃബലി തർപ്പണം നടത്തി. ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. പോലീസ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിൽ പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന പവർലൂമിന് മേൽ അവകാശവാദമുന്നയിച്ച് വ്യവസായ വകുപ്പ് രംഗത്ത്. കാടുകയറിക്കിടന്ന സ്ഥലം നാട്ടുകാർ വൃത്തിയാക്കിയതോടെ വ്യവസായ വകുപ്പ് അവകാശവാദവും ഉന്നയിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. കൊടുങ്ങല്ലൂരിലെ മേത്തല കടുക്കച്ചുവട്ടിൽ തട്ടാമുട്ടി പാലത്തിന് സമീപം ഏറെ കാലമായി അടഞ്ഞുകിടക്കുന്ന പവർലൂം ഫാക്ടറിയും ചുറ്റുവട്ടവും നഗരസഭയും നാട്ടുകാരും ചേർന്ന് വെട്ടിത്തെളിച്ചിരുന്നു. പവർലൂം ഫാക്ടറി വളപ്പ് കളിമൈതാനമായി ഉപയോഗിക്കുവാനും കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം സംഭരിക്കാനുമായിരുന്നു തീരുമാനം. ഇതോടെയാണ് വ്യവസായ വകുപ്പ് രംഗത്തെത്തിയത്. ജില്ലാ വ്യവസായ കേന്ദ്രം ലിക്വിഡേറ്ററുടെ ചുമതലയുള്ള കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറാണ് നഗരസഭാ സെക്രട്ടറിക്ക് ഇതു സംബന്ധിച്ച് കത്ത് നൽകിയത്. നിർജീവാവസ്ഥയിലുള്ള പവർലൂം ഫാക്ടറിയും ഭൂമിയും ഏറ്റെടുക്കൽ നടപടികളിലാണെന്നും സംഘത്തിന്റെ പരിപൂർണ ഉടമസ്ഥാവകാശം വ്യവസായ വകുപ്പിനാണെന്നുമാണ് വാദം. വ്യവസായ വകുപ്പിന്റെ അനുമതിയില്ലാതെ ഈ സ്ഥലത്ത് കളിസ്ഥലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ നിർത്തിവെക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. വർഷങ്ങളായി കാടുപിടിച്ച് കിടന്നിരുന്ന പവർലൂം വളപ്പ് സാമൂഹ്യവിരുദ്ധരുടെ താവളമായിരുന്നു. കാട്ടുപന്നി, മലമ്പാമ്പ്, കുറുനരി തുടങ്ങിയ വന്യജീവികളും ഇവിടെ സങ്കേതമാക്കിയിരുന്നു. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് നഗരസഭാ അധികൃതർ സ്ഥലം വൃത്തിയാക്കിയതോടെയാണ് വ്യവസായ വകുപ്പ് എതിർപ്പുമായി എത്തിയത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ. 5 ഗ്രാം മെത്താഫിറ്റമിനുമായാണ് കൈപ്പറമ്പ് സ്വദേശി അയനിപ്പുള്ളി വീട്ടിൽ വിഷ്ണുവിനെ കോലഴി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയാണ് പ്രതി കോലഴി എക്സൈസിന്റെ പിടിയിലായത്. എക്സൈസ് ഇൻസ്പെക്ടർമാരായ ശിവശങ്കരൻ, മനോജ്, ജോസഫ്, പ്രിവന്റിംഗ് ഓഫീസർമാരായ ജിതേഷ്, ഷെയ്ഖ് അഹമ്മദ് എന്നിവർ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു.
VS അച്യുതാനന്ദനെ അനുസ്മരിച്ച് സാംസ്കാരിക നഗരി. VS എക്കാലവും ജനങ്ങൾക്കായി നിലകൊണ്ട നേതാവെന്ന് വിവിധ കക്ഷി നേതാക്കൾ അനുസ്മരിച്ചു. നമുക്ക് വേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് കേരള സമൂഹം അദ്ദേഹത്തിന് ഇത്രയേറെ വികാരവായ്പോടെ യാത്രയേകിയതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞു. കേരളം ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറുന്നതിൽ VSന്റെ ത്യാഗോജ്വല പോരാട്ടങ്ങൾക്ക് നിർണായക പങ്കാണുള്ളതെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെയും സാമൂഹ്യ വികാസത്തിന്റെയും പൊതുവായ വളർച്ച സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരാൾക്ക് VS കടന്നു വന്ന വഴികളുടെ ശരിയും VSന്റെ നിലപാടുകളുടെ ശരിയും VSന്റെ രാഷ്ട്രീയ ഉൾക്കാഴ്ചയുടെ ശരിയും ഒരുമിച്ച് ബോധ്യപ്പെടുന്ന ഒരനുഭവമാണ് നമ്മൾ ഈ കണ്ടത്. VS എന്ന ഭരണാധികാരി നാടിന് നൽകിയ സംഭാവനകൾ നന്ദിയോടെ ഓർമ്മിക്കപ്പെടണമെന്ന് തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് അഭിപ്രായപ്പെട്ടു. VS നൂറ്റാണ്ടിന്റെ നഷ്ടമാണെന്ന് കൽദായ സുറിയാനി സഭ മെത്രാപ്പൊലീത്ത മാർ ഔഗിൻ കുര്യാക്കോസ് പറഞ്ഞു. സാധാരണക്കാരെ ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു വ്യക്തിയില്ലെന്നും അദ്ദേഹത്തിന്റെ ജീവിതം രാഷ്ട്രീയ പൊതുപ്രവർത്തകർക്ക് ഒരു പാഠപുസ്തകമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യാക്കോബായ സുറിയാനി സഭയ്ക്ക് VS നൽകിയ സഹായങ്ങളും പിന്തുണയും സ്തുത്യർഹമാണെന്ന് യാക്കോബായ സുറിയാനി സഭാ പ്രതിനിധി ഫാദർ ബേസിൽ ഓർമ്മിച്ചു. താരതമ്യപ്പെടുത്താൻ പറ്റാത്ത സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിന് ഉടമയായിരുന്നു VS എന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. എന്നും ജനപക്ഷത്ത് നിലകൊണ്ട നേതാവായിരുന്നു VS എന്ന് BJP നേതാവ് MS സമ്പൂർണ്ണ അഭിപ്രായപ്പെട്ടു. മന്ത്രി ഡോക്ടർ R. ബിന്ദു, P. ബാലചന്ദ്രൻ MLA, മേയർ MK വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി തുടങ്ങി സാമൂഹിക, സാമുദായിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പേരാണ് തൃശൂരിൽ നടന്ന സർവകക്ഷി അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തത്. ടൗൺ ഹാളിൽ നടന്ന യോഗത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. TCV തൃശൂർ. പാമ്പുകടിയേറ്റ് 3 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ഡോക്ടർ ചികിത്സ നിഷേധിച്ചതായുള്ള ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിൽ തുടർ നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപം. 2021 മാർച്ച് 24-നാണ് ആലമറ്റം സ്വദേശി കാച്ചപ്പള്ളി ബിനോയ് ലയ ദമ്പതികളുടെ മകൾ ആവ്രിൻ മരിച്ചത്. ചികിത്സയ്ക്കായി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആന്റിവെനം കൊടുത്തില്ല എന്നും സമയം നഷ്ടപ്പെടുത്തിയെന്നും ഇക്കാര്യത്തിൽ ഡോക്ടർ BS ശ്രീരേഖയ്ക്കെതിരെ കർശന നടപടി വേണമെന്നും ഡെപ്യൂട്ടി DMO ഡോക്ടർ NA ഷീജ, ജില്ലാ മെഡിക്കൽ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് ഷൈൻകുമാർ, ജില്ലാ നഴ്സിംഗ് ഓഫീസർ MS ഷീജ എന്നിവർ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറി 6 മാസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുകയാണെന്നും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കുട്ടിയുടെ രക്ഷിതാവ് ബിനോയ് പറഞ്ഞു. പാമ്പ് കടിച്ച ഉടനെ തന്നെ എൻ്റെ താലൂക്ക് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അവർ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് കുഞ്ഞിൻ്റെ വലത്തെ കൈമ മുകളിലായിട്ട്, മുട്ടിന് മുകളിലായിട്ട് ഒരു ചെറിയ തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കൈമ 2 കുത്തുണ്ടായിരുന്നു. ഒരു കുത്തുമ്പോൾ ചോര വന്നിട്ടുണ്ടായിരുന്നു. ഉടനടി തന്നെ അവർ കാഷ്വാലിറ്റിയിൽ കൊച്ചിനെ കാണിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ അവരോട് പറഞ്ഞത് ഉടനെ കൊച്ചിന് OP ടിക്കറ്റ് എടുത്തിട്ട് വരാനാണ് പറഞ്ഞു. OP ടിക്കറ്റ് എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് അവിടെ ഡിലേ വന്നു. അതിനുശേഷം ഡോക്ടർ മറ്റൊരു പേഷ്യൻറ്റിനെ നോക്കാൻ പോയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുഞ്ഞിനെ അവർ നോക്കാൻ തന്നെ വന്നത്. അതിനുശേഷം കൊച്ചിൻ്റെ BT-CT നോക്കിക്കൊണ്ടിരുന്നു. അവർ കുഞ്ഞിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അവർ ഓക്സിജൻ ലെവൽ നോക്കണേ. ഓക്സിജൻ ലെവൽ നോക്കിയപ്പോഴാണ് ഓക്സിജൻ ലെവൽ താഴ്ന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് കുഞ്ഞിൻ്റെ. ഞാൻ വിദേശത്ത് നിന്ന് ഫോൺ വിളിച്ചുകൊണ്ട് ഡോക്ടറോട് ആവശ്യപ്പെട്ട്, ഡോക്ടറെ കുഞ്ഞിനെ കടിച്ചേക്കുന്നത് പാമ്പാണ്, ആൻറ്റിവെനം കൊടുക്കുക ഡോക്ടറെ, ഞങ്ങൾ അടുത്ത ആശുപത്രിയിലോട്ട് എവിടേക്കെങ്കിലും അതിന് ശേഷം കൊണ്ടുപോയിക്കോളാം എന്നാണ് ഞാൻ അവരോട് ആവശ്യപ്പെട്ടത്. അവർ അതൊന്നും ചെയ്തില്ല. കൊച്ചിന് ശ്വാസമുട്ടിൻ്റെ മരുന്നാണ് കൊച്ചിനെ കുത്തിവെച്ചത്. അതിനുശേഷം കൊച്ച് അലറി കരഞ്ഞു. ആ കരഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം കൊച്ച് കോമയിലോട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ കൊച്ച് തല താത്തി കിടക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അവർ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് വന്നിട്ടും ഒരു 8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞിനെ ആംബുലൻസിലോട്ട് വിടാൻ തന്നെ അവർ തയ്യാറായത്. കുന്നംകുളത്ത് ശക്തമായ മഴയിൽ തകർന്നു വീണ കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു നീക്കിയത് പകുതി ഭാഗം മാത്രം. അപകടഭീതിയിൽ യാത്രക്കാർ. കഴിഞ്ഞ ജൂൺ 27-നാണ് ശക്തമായ കാറ്റിലും മഴയിലും കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ ചുമരും 1-ാം നിലയിലെ വരാന്തയ്ക്ക് മുകളിലെ മേൽക്കൂരിയും കൈവരികളും തകർന്ന് റോഡിലേക്ക് വീണത്. ശബ്ദം കെട്ട് യാത്രക്കാർ മാറിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്.
സംഭവത്തെ തുടർന്ന് 7 ദിവസത്തിനുള്ളിൽ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ കെട്ടിട ഉടമയ്ക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ 1 മാസം പിന്നിട്ടിട്ടും കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കാൻ ഉടമ തയ്യാറായിട്ടില്ല. കെട്ടിടത്തിന്റെ പകുതി ഭാഗം മാത്രമാണ് ഭാഗികമായി പൊളിച്ചു നീക്കിയത്. ബാക്കി ഭാഗം ഏതു നിമിഷവും തകർന്ന റോഡിലേക്ക് വീഴുമെന്ന അവസ്ഥയിലാണ്. വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും ഭീതിയോടെയാണ് ഈ വഴി യാത്ര ചെയ്യുന്നത്. പൊളിച്ചു നീക്കാത്ത കെട്ടിടത്തിന്റെ ഭാഗം നഗരസഭാ അധികൃതരെ സ്വാധീനിച്ച് ഭാഗികമായി അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും വ്യാപാര സ്ഥാപനങ്ങൾക്ക് തുറന്നുകൊടുക്കാനാണ് ഉടമ ശ്രമിക്കുന്നതെന്ന് ആരോപണമുണ്ട്. സംഭവത്തിൽ നഗരസഭാ അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സമീപത്തെ വ്യാപാരികളും യാത്രക്കാരും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കുന്നംകുളം. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ 3 പേർക്ക് കടിയേറ്റു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിന്നും ഖാദി കെട്ടിടത്തിന് മുന്നിലൂടെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിലാണ് തെരുവുനായ്ക്കളുടെ ആക്രമണങ്ങൾ തുടരുന്നത്. 10ഓളം നായ്ക്കൾ ഇവിടെ സ്ഥിരമായി തമ്പടിക്കാറുണ്ട്. ഖാദി കെട്ടിടത്തിന് സമീപം വാഹനത്തിന്റെ മീറ്റർ നന്നാക്കാൻ വന്നയാളടക്കം 3 പേർക്കാണ് കടിയേറ്റത്. $32.5 ലക്ഷത്തിലധികം രൂപയുടെ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിൽ കമ്മീഷൻ വാങ്ങി തട്ടിപ്പ് പണം കൈമാറുന്നതിനായി ബാങ്ക് അക്കൗണ്ട് നൽകിയ പ്രതി പിടിയിൽ. കോഴിക്കോട് കക്കാട് സ്വദേശി കളത്തിങ്കൽ പുറൈ വീട്ടിൽ മുഹമ്മദ് നസീബ് ആണ് അറസ്റ്റിലായത്. എടവിലങ്ങ് സ്വദേശിയിൽ നിന്നും തട്ടിയെടുത്ത പണത്തിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ സ്വീകരിച്ച് വിദേശത്തുനിന്ന് പണം പിൻവലിക്കാൻ ഇയാൾ സഹായം ചെയ്തതായി പോലീസ് പറഞ്ഞു. തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. കേരളത്തിലെ ഉന്നത പൊതുവിദ്യാഭ്യാസ മേഖല 10 വർഷം പുറകിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ കുറ്റപ്പെടുത്തി. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ വിദ്യാഭ്യാസ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെമ്പൂക്കാവ് ജവഹർ ബാലഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ KPSTA വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ബിജോയ് എരണേടത്ത് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ മുഖ്യാതിഥിയായി. സംഘടനയുടെ ചെറിയാൻ മാസ്റ്റർ അവാർഡ് AM ജെയ്സൺ മാസ്റ്റർക്ക് സമ്മാനിച്ചു. SSLC, +2 ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ്, റവന്യൂ ജില്ലാ സെക്രട്ടറി PK ജയപ്രകാശ്, ട്രഷറർ വഹിദ ബാനു തുടങ്ങിയവർ സംസാരിച്ചു. നിക്ഷേപ സംഖ്യ പലിശ സഹിതം നൽകാതിരുന്നതിനെ ചോദ്യം ചെയ്ത് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരിക്ക് അനുകൂല വിധി. ഏങ്ങടിയൂർ സ്വദേശിനി സജി ഉത്തമൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് മലയാളി ക്ഷേമനിധി ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടർക്കുമെതിരെ വിധിയായത്. നിക്ഷേപ സംഖ്യ പലിശ സഹിതം തിരികെ നൽകാത്ത എതിർകക്ഷികളുടെ പ്രവൃത്തി സേവനത്തിലെ വീഴ്ചയും അനുചിത കച്ചവട ഇടപാടുമാണെന്ന് തൃശൂർ ഉപഭോക്തൃ കോടതി വിലയിരുത്തി. ഹർജിക്കാരിക്കു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. തൃശൂർ പടിഞ്ഞാറേക്കോട്ട സെയിന്റ് ആൻസ് പള്ളിയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന വിശുദ്ധ അന്നാവുമ്മയുടെയും മാതാവിന്റെയും നൂൽ ചിത്രം വേറിട്ട കാഴ്ചയായി മാറുന്നു. ഇടവകയിലെ 50ഓളം യുവജനങ്ങളാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ. തൃശൂർ പടിഞ്ഞാറേക്കോട്ട സെന്റ് ആൻസ് പള്ളിയിലെ 114ാം ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചാണ് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ നൂൽചിത്രം തയ്യാറാക്കുന്നത്. ഇടവകയിലെ 50ഓളം യുവാക്കൾ രാവും പകലുമായി ഒഴിവു സമയങ്ങളും അവധി ദിവസങ്ങളും പ്രയോജനപ്പെടുത്തി ഒരാഴ്ചയെടുത്താണ് വിശുദ്ധ അന്നാവുമ്മയുടെയും മാതാവിന്റെയും നൂലിൽ തീർത്ത ചിത്രം തയ്യാറാക്കുന്നത്.
8 അടി വലുപ്പത്തിലാണ് ചിത്രം ഒരുക്കുന്നത്. 15 കിലോമീറ്റർ നീളത്തിൽ നൂലും 3000 ആണിയും ഉപയോഗിച്ച് 5000 ലൈൻ ചുറ്റിയുണ്ടാക്കിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് ഇതൾ വിരിയുന്നത്. ആർട്ടിസ്റ്റ് കൂടിയായ ഗോഡ്വിൻ ജോർജാണ് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് വലിയ ചിത്രം നിർമ്മിക്കാൻ ആലോചിച്ചെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. അടുത്ത ഘട്ടത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിടുന്നതായി യുവജന പ്രതിനിധി ഗോഡ്വിൻ കൊക്കൻ പറഞ്ഞു. നൂല് ഉപയോഗിച്ചൊരു ചെറിയ ചിത്രം ഉണ്ടാക്കാമെന്നായിരുന്നു, ചെറിയൊരു രൂപം എന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ ഒരു 8 അടി വലിപ്പത്തിലേക്ക് ചെയ്യാവുന്നൊരു ആശയത്തിലേക്ക് അത് മാറി. നമ്മളത് കുറച്ചും കൂടിയും വലിപ്പത്തിൽ അതൊരു വേൾഡ് റെക്കോർഡിലേക്ക് പോയതെന്ന് ആലോചിച്ചു. പക്ഷെ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും കൂടുതലായതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല. അടുത്ത ഘട്ടത്തിൽ അങ്ങനെ കുറച്ചും കൂടി വലുതായിട്ട് ചെയ്യാമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. 25ഓളം പെൺകുട്ടികളും 35ഓളം ആൺകുട്ടികളുമാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇടവക വികാരി ഫാദർ പോൾ താണിക്കലിന്റെ പൂർണ്ണ പിന്തുണയും ഇവർക്കുണ്ട്. 27-ാം തീയതി ഞായറാഴ്ച നടക്കുന്ന ഊട്ടുതിരുനാൾ ദിവസം ചിത്രം പ്രദർശിപ്പിക്കും. TCV ന്യൂസ്, തൃശൂർ. ആക്രമണകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തൃശൂർ കോർപ്പറേഷൻ നടപടികൾ ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ പരാതി പ്രകാരം മേയർ MK വർഗീസാണ് പ്രത്യേകം ഉത്തരവിട്ടത്. കാട്ടുപന്നി ശല്യത്തെ സംബന്ധിച്ച് നിരവധി റെസിഡൻസ് അസോസിയേഷനുകൾ കോർപ്പറേഷന് പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി കൈരളി നഗർ പ്രദേശത്ത് ആക്രമണകാരികളായ കാട്ടുപന്നിയെ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വെടിവെച്ച് കൊന്നിരുന്നു. ഏകദേശം 100 കിലോ ഭാരം വരുന്ന കാട്ടുപന്നിയുടെ ജഡം ഹെൽത്ത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പിന്നീട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കുഴിച്ചുമൂടി. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിതരണം ചെയ്യാൻ സ്കൂൾ പരിസരത്തെത്തിയ യുവാവ് അറസ്റ്റിലായി. ലോകമല്ലേശ്വരം ഗുരുദേവ നഗർ സ്വദേശി ഒളിപ്പറമ്പിൽ വീട്ടിൽ ഷെബിൻ ഷായെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ സ്കൂൾ പരിസരത്ത് നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ലഹരിമരുന്ന് ഉപയോഗിച്ചതും പോലീസ് സ്റ്റേഷനിലെ ഗ്ലാസ് ക്യാബിൻ അടിച്ചു തകർത്തതും ഉൾപ്പെടെ 4 ക്രിമിനൽ കേസുകളിൽ ഷെബിൻ ഷാ പ്രതിയാണ്. SHO BK അരുൺ, SIമാരായ ജിജേഷ്, തോമസ്, K സാലിം, CPO ബിജുകുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മുതിർന്ന ഭാഗവതാചാര്യനായിരുന്ന പ്രൊഫസർ V വൈദ്യലിംഗ ശർമ്മയുടെ അനുസ്മരണാർത്ഥം തിരുവമ്പാടി ദേവസ്വവും ഭാഗവത യോഗം ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഭാഗവത സത്രത്തിന് വെള്ളിയാഴ്ച തിരിതെളിയും. കൗസ്തുഭം ഓഡിറ്റോറിയത്തിലാണ് ഭാഗവത സത്രം നടക്കുക. ഉച്ചതിരിഞ്ഞ് 3-ന് തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹവും ധ്വജവും ഗ്രന്ഥവും യജ്ഞശാലയിലേക്ക് ആനയിക്കും. തുടർന്ന് സത്ര സമാരംഭ സഭ നടക്കും. വെള്ളിനേഴി ഹരികൃഷ്ണൻ, K ഗിരീഷ് കുമാർ, ഹരിശങ്കർ S, സ്വാമി സദ്ഭവാനന്ദ തുടങ്ങിയവർ സംബന്ധിക്കും. വൈകിട്ട് 6:30 മുതൽ ഭാഗവതം നിത്യജീവിതത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്വാമി ഭൂമാനന്ദ തീർത്ഥ ഭാഗവത തത്വപ്രവചനം നടത്തും. പുത്തൻചിറ ശാന്തിനഗറിൽ റോഡിലൂടെ നടന്നുപോയ ബീഹാർ സ്വദേശിയായ യുവാവിനെ തടഞ്ഞു നിർത്തി മൊബൈൽ ഫോൺ തട്ടിയെടുത്ത കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പിണ്ടാണി സ്വദേശി പനങ്ങായി വീട്ടിൽ മുഹമ്മദ് സാലിഹ് ആണ് അറസ്റ്റിലായത്. ഹോളോബ്രിക്സ് നിർമ്മാണ യൂണിറ്റിലെ തൊഴിലാളിയായ അജയ് ഭഗത്തിനെ തടഞ്ഞാണ് പ്രതി മൊബൈൽ ഫോൺ തട്ടിയെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇനി വാണിജ്യം. ഇരുന്നൂറോളം പ്രസാധകരുടെ പുസ്തകങ്ങളുമായി HNC ബുക്സ് ഒരുക്കുന്ന പുസ്തകമേള HNC ബുക്ക് ഫെയർ ആൻഡ് ചിൽഡ്രൻസ് ഫെസ്റ്റിന് തൃശൂരിൽ തുടക്കമായി. തൃശൂർ ഇക്കണ്ടവാരി റോഡിലെ HNC സ്റ്റോറിനോട് ചേർന്ന വിശാലമായ ഹാളിൽ ആരംഭിച്ച പുസ്തകമേള പ്രശസ്ത എഴുത്തുകാരി സാറ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നാം നിർമ്മിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൈമാറാനുള്ള സംസ്കാരം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള കടമ നമ്മുടേതാണെന്നും അതിൽ പുസ്തകങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണെന്നും സാറ ജോസഫ് പറഞ്ഞു. സാഹിത്യ നിരൂപകൻ NE സുധീർ, പുസ്തകമേള ക്യൂറേറ്റർ ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നോവലുകളിലെ സ്ത്രീ ആവിഷ്കാരങ്ങൾ എന്ന വിഷയത്തിൽ എഴുത്തുകാരികളായ ദീപ നിശാന്ത്, ലിസി, ഷീല ടോമി എന്നിവർ നയിച്ച പാനൽ ചർച്ച നടന്നു. HNC ബുക്സ് മാനേജിംഗ് ഡയറക്ടർ TI വർഗീസ്, കുടുംബാംഗങ്ങൾ, പുസ്തകപ്രേമികൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള 200ഓളം പ്രസാധകരുടെ പുസ്തകങ്ങൾ പുസ്തകമേളയിലുണ്ട്. പുസ്തകപ്രേമികൾക്ക് ആകർഷകമായ വിലക്കുറവിൽ പുസ്തകങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് ആഗസ്റ്റ് 24 വരെ നീളുന്ന പുസ്തകമേളയിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരു ചിൽഡ്രൻസ് ഫെസ്റ്റിവൽ എന്ന നിലയിലും വിഭാവനം ചെയ്തിരിക്കുന്ന ഈ പുസ്തകമേളയിൽ വിവിധ സെഷനുകളിലായി ഡോൾ മേക്കിംഗ്, ക്രോഷ്യ വർക്ക്ഷോപ്പ്, തിയേറ്റർ വർക്ക്ഷോപ്പ്, ആർട്ട് എക്സിബിഷൻസ് തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. മേളയുടെ തുടർന്നുള്ള ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളിൽ പ്രശസ്ത എഴുത്തുകാരായ റഫീഖ് പട്ടേരി, ഇന്ദുലേഖ വാര്യർ, നിംന വിജയ്, S ഹരീഷ്, E സന്തോഷ് കുമാർ, അശോകൻ ചെരുവിൽ, സന്തോഷ് എച്ചിക്കാനം തുടങ്ങിയവർ പങ്കെടുക്കും.
തൃശൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ പുഴയ്ക്കൽ നെസ്റ്റോയിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഷോക്കടിപ്പിക്കും ഷോപ്പിംഗ് ഓഫറിന് വെള്ളിയാഴ്ച തുടക്കമാകും. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ഷോപ്പിംഗ് ഉത്സവമായ ഹൈ വോൾട്ടേജ് ഷോപ്പിംഗ് ഓഫറിന്റെ ഭാഗമായി 25 മുതൽ 28 വരെ കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ, പഴം, പച്ചക്കറി, മത്സ്യം, മാംസം, ഫുഡ് ഐറ്റംസ്, പാത്രങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങി നിരവധി അവശ്യ സാധനങ്ങളും വൻ വിലക്കുറവിൽ ഓഫറിന്റെ ഭാഗമായി ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. 259 രൂപയ്ക്ക് 5 കിലോ ഡബിൾ ഹോൾസ് വെള്ളപ്പുട്ടുപൊടി, 289 രൂപയ്ക്ക് 500 ml അമൂൽ നെയ്, 129 രൂപയ്ക്ക് 1 ലിറ്റർ സുപ്രീം സൺഫ്ലവർ ഓയിൽ, 119 രൂപയ്ക്ക് 1 ലിറ്റർ മിൽമ അറേബ്യൻ ഡേറ്റ്സ് ഐസ്ക്രീം, 169 രൂപയ്ക്ക് 5 കിലോ ഡിറ്റർജന്റ് പൗഡർ, 249 രൂപയ്ക്ക് 5 കിലോ ലിക്വിഡ് ഡിറ്റർജന്റ്, 189 രൂപയ്ക്ക് 400 ഗ്രാം നെസ്റ്റോ ഡ്രീം കേക്ക്, മട്ടൺ കറി കട്ട് 689 രൂപ, 1 കിലോ പ്രോൺസ് 249 രൂപ, സവാള 24 രൂപ 90 പൈസ, അവക്കാഡോ 99 രൂപ, 1 കിലോ ഡയറി വൈറ്റ്നർ പൗച്ച് 369 രൂപ, 1 കിലോ ഫ്രെഡ് സെറ്റ് കേർഡ് 79 രൂപ, 500 ഗ്രാം തലശ്ശേരി ചിക്കൻ ബിരിയാണി 99 രൂപ, വെളുത്തുള്ളി അച്ചാർ 99 രൂപ, 1 കിലോ ഇഡ്ലി ദോശ ബാറ്റർ 39 രൂപ, 150 ml ബോഡി സ്പ്രേ 99 രൂപ, 600 ml ബോഡി ലോഷൻ 199 രൂപ, ബേബി ഡയപ്പേഴ്സ് 419 രൂപ, 32 ഇഞ്ച് സ്മാർട്ട് LED TV 6999 രൂപ, 11,599 രൂപയ്ക്ക് 7 kg വാഷിംഗ് മെഷീൻ, 24,999 രൂപയ്ക്ക് ഇൻവെർട്ടർ AC, 27,999 രൂപയ്ക്ക് 55 ഇഞ്ച് ഗൂഗിൾ TV തുടങ്ങി വമ്പിച്ച ഓഫറുകളാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ശനി, ഞായർ ദിവസങ്ങളിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് രാവിലെ 8 മണി മുതൽ രാത്രി 12 മണി വരെ തുറന്നു പ്രവർത്തിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. മണലൂരിൽ അഗതി മന്ദിരത്തിൽ മരിച്ച വയോധികന്റെ മൃതദേഹം വീടിനുള്ളിലേക്ക് കയറ്റാനാകാതെ പുറത്തുകിടത്തിയ സംഭവം ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസറോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയ്ക്കെത്തുന്നതറിഞ്ഞ് അമിതഭാരം കയറ്റിയ ടോറസ് ലോറികൾ ഉപേക്ഷിച്ച് ഡ്രൈവർമാർ മുങ്ങി. 2 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി മോട്ടോർ വാഹന വകുപ്പ്. മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചതായി കണ്ടെത്തി. ഇരിഞ്ഞാലക്കുട ഠാണ ചന്തക്കുന്ന് വികസനത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. 1 വർഷമായിട്ടും പദ്ധതി പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച ധർണ സംഘടിപ്പിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കൊല്ലൂർ തൈക്കാട്ടുശ്ശേരി റെയിൽവേ മേൽപ്പാലത്തിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടു. കോൺക്രീറ്റ് തകർന്ന് പാലത്തിലെ കമ്പികൾ പുറത്തുവന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയായി. ദേശീയപാത മണ്ണുത്തി വെട്ടിക്കൽ ജംഗ്ഷനിൽ ഗ്യാസ് ടാങ്കർ ലോറി ഡിവൈഡർ തകർത്ത് സർവീസ് റോഡിലേക്ക് പാഞ്ഞുകയറി. വാഹനം അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത് മൂലം. 3 ഓട്ടോറിക്ഷ ഡ്രൈവർമാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കർക്കിടക വാവുബലി ദിനത്തിൽ പിതൃതർപ്പണം നടത്തി 10,000. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന പവർലൂമിനുമേൽ അവകാശവാദമുന്നയിച്ച് വ്യവസായ വകുപ്പ്. നാട്ടുകാർ വൃത്തിയാക്കിയ സ്ഥലത്തിന് വ്യവസായ വകുപ്പ് അവകാശവാദമുന്നയിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.